കേൾക്കുവാൻ പോകുന്ന വചനം ഈശോയെ അതിന്റെ ആഴങ്ങളിലേക്ക് അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, വിവിധ തരത്തിലുള്ള വിഷമങ്ങളിലൂടെ, വേദനകളിലൂടെ നടന്നു പോകുന്ന ഓരോ മക്കൾക്കും ആവശ്യമായത് അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വചനം കേൾക്കുവാൻ ആയിരങ്ങൾ കടന്നു വന്നപ്പോൾ അവർ ഓരോരുത്തരും അനുഭവിച്ച ആ ദൈവികമായ സമാശ്വാസം, ആ ദൈവികമായ സ്വസ്ഥത, ആ ദൈവികമായ സമാധാനം, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത വലിയ സമാധാനം ഇന്ന് ഞങ്ങൾ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി അതിന്റെ ആഴങ്ങളിൽ അനുഭവിക്കുവാൻ, യേശുവെ അവിടുത്തെ മാധുര്യം അനുഭവിക്കുവാൻ, അവിടുത്തെ ശക്തിയിൽ നിറയപ്പെടുവാൻ ഈ ഒരു വചന കേൾവി ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 1 പത്രോസ് 3:9 വചനത്തിന്റെ ശക്തിയാൽ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാകിയാൽ പരസ്പരം അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരും ഈ നിമിഷം പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും അവിടുന്ന് ഉത്തരം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെ സമർപ്പിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന. സ്വരങ്ങളെ നമ്മളിന്ന് കേൾക്കുന്നത് 2 കൊറിന്തോസ് 4:7 മുതലുള്ള വാക്യങ്ങളാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം. 7-ാം വാക്യം: പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു എന്താണ്? പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വ്യക്തമാക്കുന്നതിന്, എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. പരമമായ ശക്തി ആരുടെയാ? പരമമായ ശക്തി ദൈവത്തിൻ്റെയാ. എല്ലാ ശക്തികൾക്കും എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ആ പരമമായ ശക്തി. പിന്നെ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം എന്താണ് പരമമായ ശക്തി. പരമമായ ശക്തി, ദ സുപ്രീം പവർ, ദ സുപ്രീം പവർ ഓഫ് ഗോഡ്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി, ദൈവത്തിന്റെ പരമമായ ശക്തി എന്ന ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന മൺപാത്രങ്ങൾ എന്താ? നമ്മൾ തന്നെ. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അപ്പം നമ്മുടെ ശരീരം, നമ്മളെ ദൈവം മണ്ണുകൊണ്ടാണ്, അല്ലെ? ഗോഡ് ഡിസൈൻഡ് അസ്. അപ്പോൾ ഈ മൺപാത്രങ്ങൾക്കുള്ളിൽ ദൈവത്തിന്റെ പരമമായ ശക്തിയെ ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമുക്കെല്ലാവർക്കും ക്രിസ്തുവിലൂടെ ഈ നിധി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ നെഞ്ചിന്റെ ഭാഗത്തോട്ടൊന്ന് കൈവച്ചിട്ട് പറഞ്ഞേ, എനിക്ക് ക്രിസ്തുവിലൂടെ ഈ നിധി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു നിധിയാണ്. നിധി എന്നാ? ട്രഷർ. ഈ ഒരു സ്വർണം ലഭിച്ചിട്ടുണ്ടെന്നോ ഈ ഒരു വെള്ളി ലഭിച്ചിട്ടുണ്ടെന്നോ അല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ നിധി ലഭിച്ചിട്ടുണ്ട്. നിധി. അപ്പൊ ഇന്ന് നമുക്ക് ഓരോരുത്തരുടെ ഉള്ളിലും ഈ ഒരു നിധിയുണ്ട്. ഒരു സ്ഥലത്ത് ഒരു നിധി കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നിധിക്കകത്ത് എന്തെല്ലാം ഉണ്ടല്ലേ? നിധിക്കകത്ത് സ്വർണ്ണമുണ്ട്, ഡയമണ്ട് ഉണ്ട്, നിധിക്കകത്ത് എല്ലാം ഉണ്ട്. നിധി എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ്സ് ഓഫ് ഓൾ സോർട്സ് ഓഫ് തിങ്സ്. അപ്പൊ ക്രിസ്തു എന്ന നിധി, ദൈവത്തിന്റെ പരമമായ ശക്തി എന്ന നിധി ഇന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഹല്ലേലൂയ. ആ നിധിക്കകത്ത് ആ പരമമായ ശക്തി ഇന്ന് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള ഈ പരമമായ ശക്തിക്കുള്ളിൽ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അതിനകത്ത് ദൈവം ഒളിപ്പിച്ചിട്ടുണ്ട്, ദൈവം വെച്ചിട്ടുണ്ട്, ദൈവം എല്ലാം പ്രദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്രൂശിലൂടെ വെളിപ്പെട്ട ആ ദൈവമഹത്വം, ആ ദൈവ കൃപ ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇറങ്ങി നിൽക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അത് വെളിപ്പെട്ടിരിക്കുന്നു. അതാണ് 7-ാം വാക്യം. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുക. ഇത് വെളിപ്പെടുത്താനാണ്.
ഇത് നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ ദൈവികമായ നിധി, ഈ ഒരു ട്രഷർ ഓഫ് ഹിസ് റിച്ചസ്റ്റ് ഗ്രേസ്, ഇത് നമ്മളിലൂടെ ഇത് വെളിപ്പെടണം. അപ്പൊ ഇന്ന് എല്ലാവരും ഒന്ന് ആഗ്രഹിച്ച് നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുന്ന ഈ ദൈവത്തിന്റെ നിധി, ഈ ദൈവികമായ നിധി, അത് വെളിപ്പെട്ട് 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 അത് ഓരോ ദിവസവും വെളിപ്പെടുന്നത് നമ്മൾ സ്വപ്നം കാണും. 8-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നു, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ പലപ്പോഴും മാനുഷികമായ പല സാഹചര്യങ്ങൾ, ചിലപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങളാകാം, വീട്ടിലെ ചില വിഷയങ്ങളാകാം, അപ്പോഴൊക്കെ നമ്മൾ പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ശക്തി നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും. അപ്പം ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പില് നമ്മൾ ഓരോ ദിവസവും ആ ഫാദർ സൺ റിലേഷൻഷിപ്പില് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു യാത്രയാണ്. ആ യാത്രയിൽ മുൻപോട്ട് പോകുമ്പോൾ ഈ ട്രഷർ ഇങ്ങനെ ഈ മഴ പെയ്യുമ്പോൾ കുട തുറക്കുന്ന പോലെ നമ്മളെ ഓരോ ദിവസവും നമുക്ക് വേണ്ടത് മുഴുവനും നമ്മുടെ ഉള്ളിൽ നിറയപ്പെട്ടിരിക്കുന്ന ഈ ട്രഷറിലൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പറയാണ്, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട് തകർക്കപ്പെടാത്തത്? കാരണം അവരുടെ ഉള്ളിൽ ഈ പരമമായ ശക്തി ഇരിപ്പുണ്ട്. ഈ പരമമായ ശക്തിയുടെ ആ ഒരു തേജസ്, ആ ഒരു അഭിഷേകം ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അഭിഷേകത്തിനകത്ത് നിൽക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയണം, എന്താണ്? ഈ ഞെരുക്കങ്ങൾക്കകത്ത് ഒന്നിനും നമ്മളെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. തകർക്കാൻ പറ്റത്തില്ല. നമ്മളെ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഞെരുക്കങ്ങൾ വരുംതോറും ഉള്ളിലിരിക്കുന്ന ട്രഷറിന്റെ ആ ഒരു എന്താ പറയുക, അതൊരു പവർ ആണെങ്കിൽ ആ പവറിന്റെ, അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമമായ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പം 100 പേര് നമ്മൾ ഈ സൂം ലൈവില് ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ പറയുകയാണ്, എൻ്റെ സഹോദര, എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഇന്റൻസിറ്റിയിൽ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ആ പറയുന്ന കൂടെ തന്നെ നിങ്ങൾ പോലും അറിയാതെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിന്റെ അഭിഷേകം, ഇഫ് യുവർ പ്രോബ്ലം ഈസ് ഒരു 100 സെന്റിമീറ്റർ ആണെങ്കിൽ, the power inside of you is ready to manifest 150. 150 മാനിഫെസ്റ്റ് ചെയ്യാൻ ഉള്ളിലിരിക്കുന്ന കർത്താവിന്റെ ശക്തി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല. അതായത് ഇതിനൊന്നും തൊടാൻ പറ്റുന്നില്ല. പലതരത്തിൽ ഇങ്ങനെ വിഷമിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വരുന്നു, പക്ഷെ അതിലൊന്നും ആ ഒരു ഉള്ളിലുള്ള സന്തോഷത്തെ കെടുത്തി കളയാൻ പറ്റുന്നില്ല. അതങ്ങ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുക. അതാണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചൊരു ഏറ്റവും വലിയ മിറക്കിള്. അതായത് ഈ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവരുടെ ഉള്ളിലെ സന്തോഷം, സമാധാനം, സ്വസ്ഥത, ദൈവികമായ നിറവ്, ഇത് ഓരോ ദിവസവും വർദ്ധിച്ചു വരാൻ വേണ്ടി തുടങ്ങി. അവരുടെ യൂത്ത്, അതായത് നമ്മുടെ ഈ ശരീര സൗന്ദര്യം പോലും വർദ്ധിച്ചതായിട്ട് ഞാൻ ഇങ്ങനെ പണ്ടിങ്ങനെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഒരു ബൈബിൾ ക്ലാസ്സിനകത്ത് ഒരു വൈദികൻ പങ്കുവച്ചൊരു കാര്യമാണ്. അതായത് ആ കാലഘട്ടത്തില് പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മകന്റെയും മകളുടെയും ഉള്ളിൽ വല്ലാത്തൊരു ദൈവീകമായിട്ടുള്ള പ്രകാശം റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കാണുമ്പോൾ, പ്രായം ചെന്നവരെ കാണുമ്പോൾ അവരെ കാണുമ്പോൾ വളരെ യങ്ങായിട്ടാണ് കാണുന്നത്. വളരെ യങ്ങായിട്ട് ആ യൂത്ത് വരെ റിന്യൂഡ് ആയിട്ട് മാറുക. റിന്യൂഡ് യൂത്ത്. നമ്മുടെ യൗവനം ഓരോ ദിവസവും ഇങ്ങനെ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു പരമമായ ശക്തി, കർത്താവിന്റെ ശക്തി നമ്മൾ പോലും അറിയാതെ എവറി സിംഗിൾ ഡേ ഗോഡ് ഈസ് വർക്കിംഗ് ഇൻസൈഡ് ഓഫ് us. ഗോഡ് ഈസ് വർക്കിംഗ് ഫോർ us, ഗോഡ് ഈസ് വർക്കിംഗ് ത്രൂ us, ആൻഡ് ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ അവർ ലൈഫ്. നമ്മുടെ എല്ലാ സാഹചര്യത്തിനകത്തും കുറെ നാളായി പ്രാർത്ഥിച്ചിട്ട് ഒരു വിഷയത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല, നിരാശപ്പെടേണ്ട. ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ ഇറ്റ്. കർത്താവിന്റെ പരമമായ ശക്തി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ലേഖനം പ്രധാനമായിട്ടും ഈ കൊറിന്ത്യൻസിന് എഴുതുമ്പോൾ അവരുടെ ഇടയിൽ ഒരുപാട് ഈ സ്ലേവ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അന്ന് അടിമ വ്യവസ്ഥ നിലനിൽക്കുന്ന കാരണം അടിമകളായിട്ടുള്ളവർ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ അടിമ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ നമുക്കറിയാം, അവർക്ക് അടിമകൾക്ക് പ്രത്യേകമായിട്ടൊരു സ്വാതന്ത്ര്യമില്ല. എന്താണോ യജമാനൻ പറയുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കണം. അവർക്ക് അവരുടെ റൈറ്റ്സ് ഇല്ല, ഹ്യൂമൻ ബേസിക് റൈറ്റ്സ് ഇല്ല.
അപ്പം ഈശോയിലേക്ക് കടന്നു വന്നിട്ടുള്ളവരുടെ ഇടയിൽ ഈ അടിമകളായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. കൊറിന്തോസിലെ സഭയിൽ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. അപ്പൊ അവർ ഒരുപാട് ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയി. ആ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പൗലോസ്ലീഹ വേറെ പലതരത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നതിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് ഒരു വലിയ റെവലേഷൻ പങ്കുവെക്കുകയാണ്. ഈ റെവലേഷൻ പങ്കുവെക്കുമ്പോൾ പൗലോസ്ലീഹയുടെ ഉള്ളിൽ നിന്ന് ഒരു മൈറ്റി പവർ ഇവരിലോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൈറ്റി പവർ ഒരേ സമയത്ത് പൗലോസ്ലീഹാനെ ഭയങ്കരമായ ഒരു സ്പിരിച്വൽ ലിബറേഷനിലോട്ട് മുൻപോട്ട് നയിക്കുമ്പോൾ തന്നെ ഈ ശുശ്രൂഷ അനുഭവിക്കുന്ന കോറിന്തോസിലുള്ള സഭയിലുള്ള സഹോദരങ്ങളുടെ ഉള്ളിലും വലിയ ഡെലിവറൻസ്, വലിയ കൃപയുടെ വർഷം സമ്മാനിക്കുകയാണ്. അതായത് ഈ ഈ ഈ അടിമകളായിട്ടുള്ളവര്, സ്വതന്ത്രമായിട്ടുള്ളവർക്കൊക്കെ അവർക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സമാശ്വാസം ലഭിക്കുകയും ദൈവീകമായിട്ടുള്ള വലിയ ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഭയങ്കരമായിട്ടുള്ള ഇടപെടലുകൾ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കർക്കശക്കാരനായിട്ടുള്ള, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ മുൻകോപിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കീഴിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം എല്ലാ ദിവസവും ആ വ്യക്തിയെ കാണുമ്പം മനസ്സുകൊണ്ടെങ്കിലും പറയുന്നുണ്ടായിരിക്കും, ദൈവമേ എത്ര ദിവസം ഞാൻ ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യും, ഇനി എനിക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ഡീൽ ചെയ്യുന്ന അത്തരത്തിലുള്ള ആൾക്കാരെ ആണെങ്കിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഇതിൽ നിന്നൊന്ന് എക്സെപ്റ്റ് ചെയ്ത് പുറത്തു പോയാലോ എന്ന് ചിന്തിക്കും. നമ്മൾ ട്രയൽസിലൂടെ അല്ലെങ്കിൽ ചില വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, ആരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ എത്ര നാൾ ഇതിങ്ങനെ മുമ്പോട്ട് പോകും, എന്തുകൊണ്ട് ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിലനിൽക്കുന്നു. അപ്പൊ അതിനകത്ത് വാസ്തവത്തില് ഇന്ന് പ്രിയ സഹോദരങ്ങൾ, ഈ വചനകേൾവിയിലൂടെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു മാറ്റം, അതായത് ഈ വ്യക്തി അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ആ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പ്രതികൂല അവസ്ഥ മാറിപ്പോയിട്ട് എന്നെ ഒരു സേഫ് സോണിലാക്കണമേ എന്നുള്ളതിനപ്പുറമായിട്ട് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ദൈവശക്തി വെളിപ്പെടുന്നതിനും എൻ്റെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന ഈ പരമമായ ശക്തി, അവിടുത്തെ മഹത്വം വെളിപ്പെട്ടു വരുന്നതിന് വേണ്ടി അവിടുന്ന് വെച്ചിരിക്കുന്ന ഈ വെല്ലുവിളിയെ, ഈ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തെ യേശുവെ ഇരു കൈയും നീട്ടി ഞാൻ സ്വീകരിച്ചുകൊണ്ട് അതിനെ നേരിടുന്നു എന്ന് പറയുമ്പോൾ ദ ഗ്ലോറി ഇൻ us സ്റ്റാർട്ടിങ് ടു റിലീസ്. അപ്പൊ നമ്മൾ ജോലി സ്ഥലത്തോട്ട് കടന്നു പോകുന്ന സമയത്ത് ആ വ്യക്തി അല്ലെങ്കിൽ അവിടെ ആരൊക്കെ എന്തൊക്കെ അസ്വസ്ഥപ്പെടുത്തിയാലും നമ്മുടെ ഉള്ളിലുള്ള സമാധാനം നമ്മളിന്ന് പോകത്തില്ല. നമ്മുടെ ഉള്ളിൽ വലിയ സമാധാനമാണ്, വലിയ സന്തോഷം. ഈ ഒരു അഭിഷേകം നമ്മൾ പോലും അറിയാതെ നമ്മളെ എതിർത്ത് നിൽക്കുന്നവരെ പോലും ഈശോയുടെ കൃപയിലേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വെല്ലുവിളി മാറിപ്പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. ആ വെല്ലുവിളി ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ചില വെല്ലുവിളികൾ എത്ര പേര് പ്രാർത്ഥിച്ചാലും എത്ര ശുശ്രൂഷകളിൽ പങ്കെടുത്താലും ചിലപ്പോൾ ആ വെല്ലുവിളി അവിടെ നിൽക്കുന്നുണ്ട്. ആ വെല്ലുവിളിയെ നേരിടാനുള്ളൊരു മനഃശക്തി കർത്താവ് ഈ വചനങ്ങളിലൂടെ പകർന്നു തരിക. ആ വെല്ലുവിളിയെ നേരിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത എന്തോ, അതായത് സംതിങ് സൂപ്പർ നാച്ചുറൽ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ഓഫ് us. മോർ ദാൻ ദാറ്റ്, ഭയങ്കരമാകുന്ന ഒരു ദൈവിക കൃപ നമ്മളെ വഴി നടത്തുന്ന ഇൻഡിവിജ്വലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെല്ലാവരും ക്രിസ്ത്യൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് കർത്താവ് നമുക്കത് തന്നേക്കുവാണ്. അതിനകത്തൊരു എക്സംഷൻ ഇല്ല കേട്ടോ. എക്സംഷൻ എന്ന് പറയുന്നത്, അതായത് ഇതിപ്പോ ഞാൻ പണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചു, ഈശോയെ ചില വെല്ലുവിളി അവിടെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പല വ്യക്തികൾ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ കോൺഫറൻസ്, പ്രയർ മീറ്റിംഗ് ഒക്കെ പോകുമ്പോൾ പ്രാർത്ഥന എന്താ, ഈ വെല്ലുവിളി മാറിപ്പോകാൻ അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് മാറിപ്പോകാൻ. അപ്പൊ ഈ ചലഞ്ച് മാറിപ്പോയി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലെ കർത്താവിന്റെ ആ ഒരു കൃപയുടെ അഭിഷേകം, ആ ഒരു ക്രൈസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വർദ്ധിക്കേണ്ട ആ വർധനവിനെ നമ്മൾ പോലും അറിയാതെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്ന് ഡിസൈഡ് ചെയ്യണം. എന്താ ഡിസൈഡ് ചെയ്യേണ്ടേ? ഇന്ന് വൈകുന്നേരം ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ, നാളെ രാവിലെ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ, ലോർഡ് tonight I am taking a decision. I am going to walk into it because I know that you are with me. Christ, the hope of glory, is living inside of me. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. പരമമായ ശക്തി എൻ്റെ കൂടെയുണ്ട്. പരമമായ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. അവൻ എന്നെ വഴി നടത്തുന്നു. ഹല്ലേലൂയ. എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ എല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല. പറ്റത്തില്ലെന്ന്.
പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല. ഉള്ളിൽ ഈ പവർ ഇരിക്കുക, ദ മൈറ്റി പവർ ഓഫ് ഗോഡ്. നമ്മളിങ്ങനെ ഈ ഇത്രയും ദൈവമക്കൾ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സൂം പ്രയറിൽ റിലീസാകുന്ന ദൈവത്തിന്റെ മഹത്വം ഓർത്ത് നോക്കിക്കേ. നമ്മുടെ ഈ യേശുവിനെ ആരാധിക്കുക എന്ന് പറയുന്ന സമയത്ത് വാസ്തവത്തിൽ ദ റിയൽ വർഷിപ്പ് കംസ്. ഈ ഒരു പ്രോബ്ലം ഒക്കെ അവിടെ നിൽക്കുമ്പോൾ അതിന്റെ മുകളിൽ നമുക്ക് വേണ്ടി മരണത്തെ തോൽപ്പിച്ച് ഉദ്ധിതനായ കർത്താവിനെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ അവിടെ ഇറങ്ങി വരുന്ന ഈശോയുടെ ആ കൃപ, ദ ഡിവൈൻ ഗ്രേസ്, അതാണ് ആദിമ സഭയിലുള്ളവർ ഓരോ പരിശുദ്ധ കുർബാനയുടെ സമയങ്ങളിലും അവർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. നമുക്കും ആ ഒരു 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 എന്താ പറയുന്നത്, ആ ഒരു ഡിവൈൻ ലൈഫിലേക്കാണ് ഈ സൂം ഫാമിലിയെ കർത്താവ് ഒരുക്കിക്കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. വലിയൊരു ഗ്രേസ് നമ്മുടെ ഈ സൂം പ്രയറിലെ സ്വർഗം പകർന്നുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ. ഈവൻ റൈറ്റ് നൗ when I am saying this to you, the grace of God is so powerful in this meeting. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നു 9-ാം വാക്യം 10-ാം വാക്യം, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ളതിനൊരു ഉത്തരം അവിടെ സെയിന്റ് പോൾ തരും. എന്താണ്? എല്ലാവരും ആ ഭാവം എടുത്ത് വായിച്ച് 2 കൊരിന്തോസ് 4:10. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംഭവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആത്യന്തികമായിട്ട് ഈ ട്രയലിലൂടെ, ഈ ചലഞ്ചിലൂടെ കടന്നു പോകുമ്പോൾ അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് മാനിഫെസ്റ്റിംഗ് ഇൻ അവർ ബോഡീസ്, ഇൻ അവർ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, യേശുവിന്റെ ജീവൻ. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഹല്ലേലൂയ. അപ്പോൾ അടിമകളായിട്ടുള്ളവരും ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരും ചിലപ്പോഴൊക്കെ ഈ നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മളിലെ ഞാനെന്ന ഭാവമായിരിക്കും. അഹം, ഞാൻ, ഐ ഫാക്ടർ. അപ്പോൾ ഈ ഐ ഫാക്ടർ എത്രമാത്രം നമ്മൾ കുറയുന്നോ അത്രമാത്രം യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നു. എത്രമാത്രം യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നു അത്രമാത്രം കർത്താവിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുക. അപ്പൊ ഞാൻ കുറയുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു ജോലിസ്ഥലത്ത് ഒരു ജോലിക്ക് പ്രവേശിച്ച സമയത്ത് എൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ളവർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടും പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നവരും വളരെ എന്താ പറയുന്നത്, വളരെ ഇച്ചിരി വേണം റൂഡ് എന്ന് വേണേൽ പറയാം, ഇച്ചിരി ഭയങ്കര ദേഷ്യക്കാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ആ സമയത്ത് എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ എന്നോട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, മോനെ നീ ഈ സാഹചര്യത്തിനകത്തൂടെ കടന്നു പോകണം. സോ ഇമോഷണലി ആൻഡ് ആസ് എ പേഴ്സൺ ചില ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക, നമ്മളിങ്ങനെ ശരിക്കും റൂൾ ചെയ്യുന്ന, നമ്മളെ വല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന, നമ്മുടെ വ്യക്തിത്വത്തിന് പോലും ചിലപ്പോൾ ഒരു പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തികൾക്കിടയിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പം അത് പ്രാക്ടിക്കലി നമുക്ക് ഇമോഷണലി ഇച്ചിരി ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ അവിടെ നിൽക്കുമ്പോൾ ഈശോ പറഞ്ഞു, കർത്താവ് തരുന്ന ഗ്രേസ് ഇതായിരുന്നു. കർത്താവ് എനിക്ക് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എന്നോട് ആ ജോലി ഇട്ടിട്ട് പോകാനോ ആ ജോലി സ്ഥലത്ത് മാറിപ്പോകാനോ അതിൽ നിന്ന് പിന്തിരിയാൻ ഒരു പ്രേരണ തരുന്നില്ല. കർത്താവ് പറയുന്നത് യു ഷുഡ് ഡു ഇറ്റ്. സോ എൻ്റെ ഫാമിലി മെമ്പേഴ്സും എനിക്ക് പരിചയമുള്ളവർ പോലും എന്നോട് പറഞ്ഞു, എടാ അത് നിർത്തിയിട്ട് വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നീ പ്രവേശിക്കുക. ആ ഒരു ഫിർമിൽ നീ നിൽക്കണ്ടല്ലോ, വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വേറെ സ്ഥലത്തോട് നീ പ്രവേശിക്കുക. പക്ഷെ ഈശോ പറയുവാണ്, സ്റ്റേ ദേർ, ഐ ഹാവ് എ പ്ലാൻ. ഹല്ലേലൂയ. സ്റ്റേ ദേർ, ഐ ഹാവ് എ പ്ലാൻ. സോ ആ സമയത്ത് ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് എനിക്ക് വഴക്ക് കിട്ടുമായിരുന്നു. സ്ഥിരമായിട്ട് ആൾക്കാർ ഇരിക്കുമ്പോഴത്തേക്ക് ഹ്യൂമിലിയേഷൻ കിട്ടുമായിരുന്നു. നമുക്ക് പലതരത്തിലുള്ള അവഗണനയും വേദനകളും ഉണ്ടാകുന്ന സമയമാണ്. പക്ഷെ ആ സമയത്ത് ഈശോ പറയുകയാണ്, ഈ സമയത്ത് നീ മനസ്സിലാക്കണം, ഐ ആം വിത്ത് യു. സോ ഇത് ഇച്ചിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം അല്ലേ? അപ്പം ഞാനിത് പറഞ്ഞ ഈ കാര്യം ഇപ്പം നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ
നമ്മൾ ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഈശോ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, കർത്താവ് നീ എവിടെയാണ്? പക്ഷെ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, in those moments when you are surrounded with your adversaries, that's the moment that Christ in you becomes glorified. നിന്റെ ഉള്ളിലിരിക്കുന്ന പരമമായ ശക്തി പുറത്തോട്ട് വരികയാണ്. അപ്പൊ ഈ പുറത്തോട്ട് വരുന്ന ആ ദൈവ മഹത്വം അത് അനേകർക്ക് വേണ്ടിയുള്ളത്. സോ ഇന്ന് എൻ്റെ ഈ ഒരു ശുശ്രൂഷയിലൂടെ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്ന മെസ്സേജും നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്ന ഈ മെസ്സേജും കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന എൻ്റെ ഉള്ളിൽ ഈശോ ഈ ഒരു പ്രേരണയാണ് തരുന്നത്. അതായത് ഇന്ന് നിങ്ങളുടെ ചലഞ്ച് എന്തുമായിക്കോട്ടെ അത് മാറിപ്പോവാൻ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ഇന്നൊരു തീരുമാനമെടുക്കണം, ഇന്ന് ഞാൻ അതിനെ ഫേസ് ചെയ്യും എൻ്റെ ഈശോയുടെ കൂടെ. ചിലപ്പം വീട്ടിലുള്ളവരാരും സപ്പോർട്ടായിട്ടില്ലായിരിക്കും, നിങ്ങൾ വല്ലാതെ ഒറ്റപ്പെടലോടെ ആയിരിക്കും കടന്നു പോകുന്നത്. നിങ്ങളെടുത്ത തീരുമാനം റോങ്ങാന്ന് പലരും പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ വല്ലാത്തൊരു വിഷമത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ ഇതിനകത്ത് ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഷൈൻസ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു പ്രകാശിക്കുന്നു. അവിടെ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ ഇങ്ങനെ കുറയും തോറും ഓർത്തോണം, ദ ക്രൈസ്റ്റ് ഇൻ യു ഇസ് ബിക്കമിങ് റേഡിയന്റ്, ഗ്ലോറിഫൈഡ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. നിങ്ങളുടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. വലിയ ഹീലിംഗ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കും. ഞാൻ വല്ലാത്തൊരു വേദനയിലൂടെ കടന്നുപോയ സമയത്ത് ഒരു അടയാളം ഈശോ പണ്ട് തന്നൊരു അടയാളമാണ്. അതായത് ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു. അപ്പം ഈ പട്ടി ചാകാറായി. പട്ടിക്ക് വല്ലാത്തൊരു ഇൻഫെക്ഷ്യസ് ഡിഷസ് ഇത് വന്നിട്ട് ഞങ്ങൾ വെറ്റിനെ കൊണ്ട് കാണിച്ചു പറഞ്ഞ് രക്ഷയില്ല, ചത്തു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ കോളേജിലോട്ട് പോകാൻ ഇറങ്ങുന്ന സമയത്ത്, ആ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ ഒരു സമയമുണ്ട്. ആ സമയത്തിനിടയിൽ ഈശോ പറയുകയാണ്, ഞാൻ ഡ്യൂട്ടിക്ക് കോളേജിലോട്ട് പോകാൻ പോകുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ജസ്റ്റ് പ്രേ ഫോർ ദ ഡോഗ്. അപ്പൊ ഞാൻ വലിയ പട്ടിക്ക് വേണ്ടി വലിയ കാര്യമായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ പട്ടിയുടെ നേരെ കൈ നീട്ടിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നീ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അത്ര പറഞ്ഞത്. നമ്മൾ സൗഖ്യമാവുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പോയി തിരിച്ചുമായിട്ട് വീട്ടിൽ വന്ന സമയത്ത് പുള്ളി ബെറ്റർ ആയിട്ടിരിക്കണം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആള് കംപ്ലീറ്റ്ലി ഹീലായി. ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോനോട് പറഞ്ഞു, നൗ യു നോ ഹൗ മൈ ഗ്രേസ് മാനിഫെസ്റ്റ്. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ എന്റെ മഹത്വം വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ചലഞ്ചിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തൊരു രോഗി വന്നിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായിട്ടെന്ന് പറഞ്ഞു നോക്കിക്കേ. യു വിൽ സീ ദ ഗ്രേസ് ഇൻ യു, ദ ക്രൈസ്റ്റ്, ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഇൻസൈഡ് ഓഫ് യു. നിന്റെ ഉള്ളിലുള്ള യേശുവിന്റെ മഹത്വം വ്യാപരിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. സോ ഈ ഒരു സൂം പ്രയറിൽ ഇന്ന് ഈശോ നിങ്ങളിലേക്ക് ഈ ഒരു വലിയ ഗ്രേസ്, ആ ഒരു വലിയ ഗ്രേസ് ഇപ്പോൾ പകർന്നു തരട്ടെ. അവിടുത്തെ ഫിനിഷ്ഡ് വർക്കിലൂടെ റെസ്റ്റിലേക്ക് പ്രവേശിച്ച ഓരോ മക്കളുടെ കൂടെ പരമമായ ദൈവത്തിന്റെ ശക്തി വസിക്കുന്നു. ആ വലിയ നിധി നമ്മുടെ കൂടെയുണ്ട്. 10-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യേശുവിനെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യേണ്ടത്. നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഈ മിസ്റ്ററിനെ ആത്മാവിന്റെ തലത്തിൽ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് നമ്മൾ കുറയും തോറും, നമ്മളിലെ ഫ്ലഷ് കുറയും തോറും, ആ ഫാദർ സൺ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ആകും തോറും എന്താണ് സംഭവിക്കുന്നത്? യേശുവിന്റെ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ, അതായത് ഈ കർത്താവിന്റെ ഉദ്ധിതനായ കർത്താവിന്റെ പ്രകാശം നമ്മളിൽ അതിങ്ങനെ റേഡിയേറ്റ് ചെയ്ത് പുറത്തു വന്നുകൊണ്ടിരിക്കും. സോ ഈ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ലൈഫാണ് ക്രിസ്ത്യൻ ലൈഫ്. സോ ദിസ് ഇസ് ക്രിസ്ത്യൻ ലൈഫ്. ഈ ഒരു ഗ്ലോറിയസ് ആയിട്ടുള്ള ലൈഫ് അത് ഇൻഡിവിജ്വലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്കൊരു ചലഞ്ച് ഉണ്ട്. എല്ലാവർക്കും ചലഞ്ചസ് ഉണ്ട്. എവ്രി വൺ ഹാസ് ട്രയൽസ് ആൻഡ് ചലഞ്ചസ്. അപ്പോൾ ഈ ചലഞ്ചിലേക്ക് നമ്മൾ ഒരുമിച്ച്, നമ്മളെല്ലാവരും നമ്മുടെ ചലഞ്ചസിനെ ഹോൾ ഹാർട്ടഡ്ലി വി ആർ ഗോയിങ് ടു എംബ്രേസ് ദ ചലഞ്ച്.
നമ്മുടെ ചലഞ്ചിനെ എംബ്രേസ് ചെയ്യുക. ആ എംബ്രേസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു നമ്മുടെ ഉള്ളിലെ ദൈവമഹത്വം ഇതിനകത്ത് കൂടെ വർദ്ധിക്കുവാനിടയായി തീരുന്നു. At the same time, there are so many others are going to be benefited. നിങ്ങളിലൂടെ അനേകം ദൈവമക്കൾ, അനേകായിരം മനുഷ്യർ ക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിക്കുവാൻ ഇടയായിത്തീരും. അതാണ് നമ്മൾ 12-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. തന്നിമിത്തം ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിക്കുന്നു. ഞങ്ങളിൽ മരണം വ്യാപരിക്കുക. പൗലോസ് എന്ന ഞാൻ, സാവൂൾ എന്ന എൻ്റെ ആ ഐഡന്റിറ്റി പകരും തോറും, എൻ്റെ ഉള്ളിലെ ക്രിസ്തു വെളിപ്പെടും തോറും ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത് പൗലോസ്ലീഹ വളരെ കോൺഫിഡന്റോടുകൂടി ആത്മാവിന്റെ അഭിഷേകത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് പൗലോസ്ലീഹ ഇത് എഴുതുന്നത്. എന്നിലെ ഞാൻ കുറയും തോറും, എന്നിലെ സാവൂൾ ഉടയും തോറും ക്രിസ്തുവിന് ജീവൻ എന്നിൽ പ്രത്യക്ഷമാവുക. യേശുവിന്റെ ജീവൻ ഒന്ന് ചിന്തിച്ചേ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ, വെള്ളത്തിന് മുകളിലൂടെ നടന്നവൻ, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ, അനേകായിരം രോഗികളെ സൗഖ്യമാക്കിയവൻ, മരിച്ച ലാസറിന്റെ ശരീരത്തെ, ചീഞ്ഞളിഞ്ഞ ശരീരത്തെ ഉയർപ്പിച്ച യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഡയഗ്നോസ് ചെയ്തതും ഡയഗ്നോസ് ചെയ്യാത്തതുമായ പല രോഗങ്ങളും അവിടെ സൗഖ്യമായിക്കൊണ്ടായിരിക്കും. ഹല്ലേലൂയ. ഭയങ്കരമായിട്ടുള്ള ദൈവപ്രവൃത്തി നമ്മുടെ ശരീരത്തിൽ അവിടെ സംഭവിച്ചുകൊണ്ടായിരിക്കും. നമ്മുടെ ഈ ഫ്ലഷ് കുറയുമ്പോൾ, അല്ലെങ്കിൽ ചില ചലഞ്ചിനകത്ത് കൂടെ, ട്രയലിനകത്ത് കൂടെ കടന്നു പോകുമ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവേ ട്രയൽ മാറിപ്പോണേ. ആ സമയത്ത് നമ്മുടെ ബോഡിക്കകത്തും നമ്മുടെ സ്പിരിറ്റിനകത്തും നടക്കുന്ന കാര്യം നമ്മൾ അറിയുവാണെങ്കിൽ നമ്മൾ പറയും, കർത്താവേ വേണ്ട, ഇതിന് നന്ദി പറയുന്ന കർത്താവേ, ഇതവിടെ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ കർത്താവ് എത്ര സൗഖ്യം എൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ടുകൊണ്ടായിരിക്കുന്നു. അറിയുന്നില്ല സഹോദരങ്ങൾ, നമ്മൾ ഒരുപാട് സൗഖ്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പോലും അറിയാതെ സംഭവിച്ചുകൊണ്ടായിരിക്കുന്നത്. സൗഖ്യങ്ങൾ വെളിപ്പെടും. യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകും തോറും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശാരീരികമായിട്ടുള്ള അനുഗ്രഹം, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അവന്റെ ദൈവിക ശക്തി വർദ്ധിക്കും തോറും നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം അവന്റെ ദൈവിക ശക്തി പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ സാവൂൾ, പൗലോസ്ലീഹ പറയുകയാണ്, സാവൂൾ എന്ന ഐഡന്റിറ്റി അല്ലെ വലിയ ഫരിസേനായിരുന്നു. ലോകപ്രകാരം ഒരുപാട് ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. ഞാനെന്ന് എനിക്ക് എൻ്റെ ആ ക്വാളിഫിക്കേഷൻ എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞു വേണമെങ്കിൽ ഒത്തിരി അഹങ്കരിക്കാവുന്ന വ്യക്തി പലതരത്തിലും ഞെരുക്കപ്പെടുന്നു, ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ആ സാഹചര്യങ്ങൾ വേണമെങ്കിൽ പൗലോസ്ലീഹയ്ക്ക് പറയാം, നോ എന്ന് പറയാം, യഹൂദരുടെ പ്രീതി പിടിച്ചു പറ്റാൻ നോ എന്ന് പറയാം. പക്ഷെ അതിനെ, ആ ചലഞ്ചിനെ സ്വീകരിച്ചു. അതിലൂടെ യേശുവിന്റെ ജീവൻ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിനെ കുറിച്ചും ആ ജീവന്റെ അഭിഷേകത്തിൽ നിറയുന്ന കർത്താവിന്റെ അപ്പസ്തലൻ പറയുക, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ശുശ്രൂഷയുടെ വലിയൊരു അഭിഷേകം ഈ സൂം പ്ലാറ്റ്ഫോമിൽ വ്യാപരിക്കട്ടെ. നമ്മൾ എല്ലാവരിലേക്കും ഈ ഒരു ശുശ്രൂഷയുടെ പകർച്ചയുണ്ട്. ഞാനെന്ന അല്ലെങ്കിൽ ഐ ഫാക്ടർ ഉടയും തോറും നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിന്റെ ജീവൻ വർദ്ധിക്കുന്നു. അത് വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വെളിപ്പെടുന്ന ഈ ദൈവത്തിന്റെ അപരിമേയമായ ശക്തി നമ്മുടെ ജീവിതത്തിനും അനേകായിരങ്ങളുടെ ജീവിതത്തിനും അനുഗ്രഹമായി തീരുന്നതിന് നമ്മളെ അവിടുന്ന് കരങ്ങളിൽ എടുക്കുകയാണ്. താങ്ക് യു ജീസസ്. ലോർഡ് ഈസ് ടച്ചിങ് പീപ്പിൾ വിത്ത് എ ബ്രോക്കൺ ഹാർട്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ഈ സമയത്ത് ഹൃദയം നുറുങ്ങിയ അവസ്ഥയിൽ, ഭയങ്കര ബ്രോക്കൺ ഹാർട്ടഡ് ആയിട്ട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളെ കർത്താവ് എടുത്തു കാണിക്കുന്നു. ബ്രോക്കൺ ഹാർട്ടഡ്, യു ആർ സോ ഡിപ്രസ്ഡ്. ഒത്തിരിയും പ്രാർത്ഥിക്കുന്നു, സാഹചര്യങ്ങൾ മാറുന്നില്ല. ഈ സാഹചര്യം കർത്താവെ എത്ര നാളായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ ദൈവമേ ഇതെന്താണെന്ന് ഇങ്ങനെ വിഷമിക്കുക, വല്ലാതെ വിഷമിക്കുക. ആ വിഷമിക്കുന്ന വ്യക്തികളോട് കർത്താവ് ഒരൊറ്റ, ദിസ് ഈസ് ദ മെസ്സേജ് ഗോഡ് ഈസ് ഡെലിവറിംഗ് ടു യുവർ സ്പിരിറ്റ്. പരമമായ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി ഈസ് ലിവിങ് ഇൻസൈഡ് ഓഫ് യു. യു ആർ നോട്ട് അലോൺ ഇൻ ദിസ്. നിങ്ങൾ തനിച്ചല്ല. നിങ്ങൾ ഈ സാഹചര്യത്തിനെ നിങ്ങൾ ഓവർകം ചെയ്യും. അതിനെ വിക്ടോറിയസ് ആയിട്ട് ഓവർകം ചെയ്യും. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന കർത്താവിന്റെ മഹത്വം, ആ ട്രഷറിന്റെ അതിന്റെ ആ റിച്ച്നെസിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾ കടന്നു പോകും. The more you dive deeper into it, the more you meditate on his love,
greater the blessings outpours in and around our life. അവിടെ ഒന്നിനും തടസ്സം നിൽക്കാൻ പറ്റത്തില്ല, ഒന്നിനും തടസ്സം നിൽക്കാൻ പറ്റത്തില്ല. റോമ 8:31. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്ക് എതിരായിട്ട് നിൽക്കും? ദൈവമാണ് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. ഹല്ലേലൂയ. ഇൻ ദിസ് ലോർഡ് ഈസ് വിത്ത് യു. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഗോഡ് ഈസ് വിത്ത് യു. ഇഫ് ഗോഡ് ഈസ് ഫോർ യു, ഹൂ ക്യാൻ ബി അഗെയിൻസ്റ്റ് യു? ഹല്ലേലൂയ. അപ്പൊ എളിമപ്പെടാൻ, വിധേയപ്പെടാൻ, സ്നേഹിക്കുവാൻ ചില സാഹചര്യങ്ങൾ അതവിടെ നിൽക്കട്ടെന്ന്. അവിടെ ഞാൻ എളിമപ്പെടുമ്പോൾ എൻ്റെ ഉള്ളിലെ ക്രിസ്തു പുറത്തോട്ട് വരിക. എന്റെ പൊന്നെ, മടുത്തു, വലിച്ചു ഈ കുടുംബ പ്രാരാബ്ദം മുഴുവൻ വലിച്ചു, വല്ലാതെ വിഷമിക്കുക, ഒരു രക്ഷയില്ല, വല്ലാതെ ചില വ്യക്തികൾ വിഷമിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ കുരിശു ചുമക്കുക അല്ലെ? ഈ കുരിശു വെക്കുന്ന സമയത്ത് നമ്മൾ കാണണം, കുരിശിൽ സകലതും പൂർത്തീകരിച്ചവൻ. ഇന്ന് നിന്റെ ഉള്ളിൽ ഈ ചലഞ്ചിനകത്ത് മറ്റാർക്കും തരാൻ കഴിയാത്ത സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പെർസിവിയറൻസും ഗ്രേസും അനോയിറ്റിങ്ങും കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫ്ലഡിങ് നിന്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഫ്ലഡിങ്ങിനകത്ത് ഇപ്പൊ നാട്ടിൽ നമ്മൾ വെള്ളപ്പൊക്കം കണ്ടല്ലേ, മലവെള്ളപ്പാച്ചിലും. അതുപോലെ കർത്താവിന്റെ ആത്മാവിന്റെ മലവെള്ളപ്പാച്ചിൽ സംഭവിക്കുമ്പോൾ അതിന്റെ കീഴിലോട്ട് വന്ന് നിൽക്കുന്ന വ്യക്തി അതെത്ര കഠിന ഹൃദയനായിക്കോട്ടെ, അവനെ ഈ സാന്നിധ്യം ട്രാൻസ്ഫോം ചെയ്യും. ഇത് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. കഠിന ഹൃദയരായ വ്യക്തികളായിരിക്കും, പക്ഷെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ when the anointing of the Lord that is within you അത് അവരെ സ്പർശിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ നമ്മുടെ അടുത്തൊന്ന് പൊട്ടിക്കരഞ്ഞിരിക്കും. ഒരു മനുഷ്യൻ ഒരിക്കലും വളരെ ഈ ചിരിക്കത്ത് പോലും ഇല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം, ഞാനിങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഈ മനുഷ്യൻ പെട്ടെന്ന് കരയുക. കരഞ്ഞിട്ട് ഇയാളുടെ ലൈഫിലെ പ്രോബ്ലം എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുക. അപ്പൊ ഞങ്ങളോർ ദൈവമേ, ഇത്രയും പ്രോബ്ലം ഉള്ള മനുഷ്യനാണോ ഇത്ര വീർപ്പ് മുട്ടി ഈ തലയും പൊക്കി ഭയങ്കര ജാടയ്ക്ക് ചിരിക്കുകയില്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്? പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാൻ മേല മറ്റുള്ളവർ കടന്നു പോകുന്നു. പക്ഷെ ഇന്ന് തിരിച്ചറിയണം, നമ്മുടെ കൂടെ ഇരിക്കുന്നവന് നമ്മളെ അറിയുന്നതിനേക്കാൾ അവന് നമ്മളെ അറിയാം, അവന് മറ്റുള്ളവരെ അറിയാം. ആൻഡ് ഹി പ്ലേസ് യു ഇൻ ഡിഫറെന്റ് പ്ലേസസ് ഫോർ എ ഗ്രേറ്റർ പർപ്പസ്. ഹല്ലേലൂയ. 13-ാം വാക്യം, ഞാൻ വിശ്വസിച്ചു അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവന്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യും. കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും. അപ്പൊ ഇത് എഴുതുമ്പോൾ ഈശോ ഉയർത്തില്ലായിരുന്നു, ഈശോ ഉയർത്തായിരുന്നു. ഈശോയുടെ ഉയർപ്പിന് ശേഷമാണ് ഇത് എഴുതുന്നത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുകയാണ്, കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോട് കൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും നിങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശോയുടെ ഉത്ഥാന സമയത്ത് എഫെസോസ് 2-ാം അധ്യായത്തിന് 6 മുതലുള്ള വാക്യം നമ്മൾ കാണുന്നതാണ്. അവനോടൊപ്പം മരിക്കുകയും അവനോടൊപ്പം ഉയർക്കുകയും അവനോടൊപ്പം സ്വർഗത്തിൽ നമ്മൾ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയും, ഞങ്ങൾ അറിയുന്നു, ഞങ്ങളിത് മനസ്സിലാക്കുന്നു, ഈശോ ഉയർത്ത സമയത്ത് അവനോടൊപ്പം ഞങ്ങളും ഉയർപ്പിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. സോ ഇന്ന് പ്രിയ സഹോദരങ്ങളെ, ഉദ്ധിതനായ കർത്താവിന്റെ മഹത്വമാണ് നമ്മുടെ കൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. റിസൺ ക്രൈസ്റ്റിന്റെ മഹത്വമാണ്. മരണത്തെ തോൽപ്പിച്ച് നിനക്കെതിരെ നിൽക്കുന്ന എല്ലാ കയ്യെഴുത്തുകളെയും മായ്ച്ചു കളഞ്ഞുകൊണ്ട്, നിനക്ക് പ്രതികൂലമായി നിന്നിട്ടുള്ള കയ്യെഴുത്തുകളെ മായ്ച്ചു കളഞ്ഞ് മരണത്തെ തോൽപ്പിച്ച് ഉദ്ധിതനായ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വമാണ് നിന്റെ കൂടെ നിൽക്കുന്നത്. സോ ഓൾവേസ് വി ഹാവ് ഹോപ്പ് ഇൻ എവറി സിറ്റുവേഷൻ. നമ്മളെ ഉയർപ്പിച്ചു ദൈവം ക്രിസ്തുവിനോട് കൂടെ. ഈ ഒരു വാക്യം വായിച്ചിട്ട് എഫെസോസ് 2:4-5-6 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. അപ്പൊ ക്രിസ്തുവിനോട് കൂടെ, ഉദ്ധിതനായ ആ റിസൺ ക്രൈസ്റ്റിന്റെ കൂടെയാണ് നമ്മളെ ദൈവം പ്ലേസ് ചെയ്തിരിക്കുന്നത്, പിതാവാൻ ദൈവം പ്ലേസ് ചെയ്തിരിക്കുന്നത്. വി ആർ സീറ്റഡ് വിത്ത് ഹിം. അവനോടൊപ്പമായിരിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ ശരീരമാകുന്ന സഭ ഇന്ന് കർത്താവിന്റെ ഈ മഹത്വത്തിൽ
ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ആസ് വി നർച്ചർ ഇൻ ദിസ് ഗ്രേസ്, ഇൻ ദിസ് അണ്ടർസ്റ്റാൻഡിങ്, പൗലോസ് പറയാം, നിങ്ങളുടെ ആ ഒരു ഐസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ലെറ്റ് ഇറ്റ് ബി എൻലൈറ്റഡ്, അത് പ്രകാശപൂരിതമാകട്ടെ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനകത്തോട്ട് നമ്മൾ കടന്നു വരട്ടെ. നമ്മളെ ഇന്ന് കടന്നു പോകുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളും, നമ്മുടെ ഓരോ സാഹചര്യങ്ങളും, ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളും ഉദ്ധിതനായ ക്രിസ്തുവിന്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പരമമായ ദൈവത്തിന്റെ ശക്തി ആ സാഹചര്യങ്ങളിലേക്ക് കടന്ന് അത് അവിടെ വെളിപ്പെടുന്നതിന് വേണ്ടി ലോർഡ് ഹാസ് പ്ലേസ്ഡ് യു ആസ് ആൻ അംബാസഡർ. ദൈവത്തിന്റെ അംബാസഡർമാരായിട്ട് ദൈവം നമ്മളെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഇന്നേ ദിവസം ഞങ്ങൾ കേട്ട ഈ ഒരു വചനം കർത്താവേ, അത് ഞങ്ങളുടെ ഉള്ളിൽ മാംസമായിട്ട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് അത് കടന്നു വരട്ടെ. ഞങ്ങൾ പോകുന്ന ഓരോ സാഹചര്യത്തിനകത്തും പരമമായ കർത്താവിന്റെ ശക്തി ഞങ്ങളുടെ കൂടെയുണ്ട്. ഈശോ ഇങ്ങനെ ഒരു കാര്യം എടുത്തു കാണിക്കുന്നു. ഈ പരമമായ ശക്തിയുടെ പ്രത്യേകത എന്ന് കർത്താവ് പറയുമ്പോൾ ഈശോ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ എടുത്തു കാണിക്കുന്നത്, അതായത് കാനായിലെ കല്യാണ വീട് ഈശോ എടുത്തു കാണിച്ചു. അവിടെ കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കുന്ന കാര്യം ഈശോ എടുത്തു കാണിച്ചു. ആരോടാണിത്? ഈശോ, ഇറ്റ് കുഡ് ബി ഫോർ എവരി വൺ ഇൻ ദിസ് മീറ്റിംഗ്, പിന്നീട് കേൾക്കാൻ പോകുന്നവർക്കും വേണ്ടിയാണ് ഈശോ എടുത്തു കാണിക്കുന്നത്. അതായത് ആ കൽഭരണികളില് വെള്ളം നിറച്ച് കർത്താവിന്റെ കരം ആ വെള്ളത്തെ തൊട്ട സമയത്ത് ഈ പരമമായ ശക്തി ആ വെള്ളത്തിലേക്ക് അങ്ങ് വ്യാപരിച്ചു. ആ സമയത്ത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മേൽത്തരം വീഞ്ഞായി ആ വെള്ളം മാറുകയാണ്. ഈ പരമമായ ശക്തിയുടെ ആഴങ്ങളൊന്ന് വ്യക്തമാക്കാന് കർത്താവ് പറഞ്ഞു തരുന്ന കേട്ടോ, അങ്ങനെ എടുക്കണേ. അതായത് നമുക്കറിയോ, ഒരു വീഞ്ഞ്, മേൽത്തരം വീഞ്ഞുണ്ടാകണമെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ടുണ്ടാകത്തില്ല, ഒരാഴ്ച കൊണ്ടുണ്ടാകത്തില്ല, ഒരു മാസം കൊണ്ടുണ്ടാകത്തില്ല. ചിലപ്പോൾ 5 വർഷം എടുക്കും, 10 വർഷം എടുക്കും. വർഷം കൂടുന്തോറും അതിന്റെ വീര്യം കൂടും. യേശുവിന്റെ കരത്തിന്റെ സ്പർശനത്തിലൂടെ വെള്ളം വീഞ്ഞായ സമയത്ത് വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു പ്രൊസീജിയറാണ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നടന്നത്. ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സംഭവിക്കുക. ഇന്ന് പ്രിയ സഹോദരങ്ങളെ, തമ്പുരാനുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പില്, ആ ഫാദർ സൺ റിലേഷൻഷിപ്പില് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കുറയും തോറും നമ്മൾ മനസ്സിലാക്കാത്ത തലത്തിൽ തമ്പുരാന്റെ അപരിമേയമായ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഓർത്തോ, നമ്മളുടെ ഗ്രാഫ് നമ്മൾ 1 വർഷം കൊണ്ട് എത്തിപ്പെടേണ്ടതിന് 10 ഇരട്ടി വളർച്ചയിലേക്ക് ദൈവം നമ്മളെ എത്തിക്കും. ഇവിടെ നോക്കണം, ഇവിടെ കാണണം, ഒരൊറ്റ സെക്കൻഡ് കൊണ്ടാണ് കർത്താവ് 10 വർഷം കൊണ്ട് 20 വർഷം കൊണ്ട് നടക്കേണ്ട കാര്യം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ സ്ഥലത്ത് കർത്താവ് അവിടെ അത്ഭുതം ചെയ്തെങ്കിൽ ഇന്ന് ദ സെയിം പവർ ഓഫ് ഗോഡ്, പരമമായ ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട്. ഈശോ ചില മക്കളോട് പറയുന്നു, ബിസിനസ് ചെയ്യുന്ന മക്കളോട് പറയും, ബിസിനസ് ചെയ്ത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള കാര്യത്തിനകത്തൊക്കെ ഇടപെട്ട് ഓരോ ബിസിനസ് ചെയ്യുന്ന ചില മക്കൾക്ക് ഈശോ ഒരു മെസ്സേജ് ആയിട്ട് ഈശോ തരും. നിങ്ങളുടെ ബിസിനസ്സിനെ കർത്താവ് വർദ്ധിപ്പിക്കും. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകളെ, അതിനെ എല്ലാം, നമ്മുടെ ഓരോ ബിസിനസ്സിന്, ശുശ്രൂഷകളെ, ജോലി മേഖലകളെ, നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെ അതിനെ വളർത്തുന്ന, വർദ്ധിപ്പിക്കുന്ന, അനുഗ്രഹിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ബിൽഡ് ചെയ്യുന്ന, എല്ലാ സാഹചര്യത്തിലും നമ്മുടെ ഉള്ളിൽ ഒരു വർധനവിനെ കൊണ്ടുവരുന്ന വലിയ ഒരു അഭിഷേകം നമ്മുടെ കൂടെ വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്ന് അഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച ഞങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈശോയെ, നിന്റെ നാമത്തില് ഞങ്ങൾ നിമിഷം പരസ്പരം അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ ജീവിതയാത്രയിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, അവിടുത്തെ ശക്തി ഇപ്പോൾ ഞങ്ങളിലൂടെ വ്യാപരിക്കുന്നു. അത് ഞങ്ങളിൽ നിറയപ്പെടുമ്പോൾ അത് അനേകർക്ക് ജീവന് കാരണമായി കൂടെ തീരുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ ശുശ്രൂഷയ്ക്കായി അവിടുന്ന് കരത്തിലെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഞങ്ങൾ പരസ്പരം ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. രോഗികളായ മക്കളെ അവിടുന്ന് ഈ നിമിഷം സ്പർശിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്ന തരത്തിൽ അവിടുത്തെ ജീവന്റെ സമൃദ്ധി ഇപ്പോൾ ഞങ്ങളുടെ ശരീരം മുഴുവനും, ഞങ്ങളുടെ ആത്മാവില്, സ്പിരിറ്റില്, സോളില്, ബോഡിയില് മുഴുവനും യേശുവിന്റെ ജീവന്റെ ആ സമൃദ്ധി, നല്ലിടയന്റെ ആ ജീവന്റെ സമൃദ്ധി, ആ സമൃദ്ധിയുടെ
വലിയ നിറവ് ഞങ്ങൾക്ക് ഈ നിമിഷം അനുഭവിക്കുവാൻ ഇടയാക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. രോഗമുള്ള ഭാഗത്തേക്ക് കരം വെച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കരത്തിന്റെ മുകളിൽ യേശുവിന്റെ കരം വെളിപ്പെടുന്നു. പലരുടെ നെഞ്ചിന്റെ ഭാഗത്ത് കർത്താവ് എന്നിങ്ങനെ ആണിപ്പഴുതുള്ള കരം വെച്ചിട്ട് ഈശോ പറയുന്നുണ്ട്, ഡു നോട്ട് വറി, ഡു നോട്ട് ബി അഫ്രൈഡ്, ഐ ആം വിത്ത് യു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഡു നോട്ട് വറി, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ഉള്ളിൽ ആ ശബ്ദം നിനക്ക് കേൾക്കാൻ, നിന്റെ ഉള്ളിലൊരു മുഴക്കം പോലെ ആ ശബ്ദം, നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ക്രിസ്തുവിന്റെ ആ ശബ്ദം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. തമ്പുരാനെ, അവിടുത്തെ വലിയ സമാശ്വാസം ഞങ്ങൾ ഈ മണിക്കൂറുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്നുള്ള സമയങ്ങളിലും ഞങ്ങൾ തുടർന്നും അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് അവിടെ ഞങ്ങളെ വഴി നടത്തണമേ. യേശുവെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ, ആമേൻ.